C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അയ്യോ DK, ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു സന്തോഷവുമില്ല. ഇത്രയും കാലം DK അനുഭവിച്ച ഒരു ടെൻഷൻ ഒഴിയുന്നതിലുള്ള സന്തോഷമുണ്ട്, അത്രയേ ഉള്ളൂ. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പഴമൊഴി പറയുന്നത് വെറുതെ അല്ല. നിങ്ങൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഒരു ശത്രു ഇല്ലാതാകുന്ന സന്തോഷത്തിന്റെ പകൽപൂരമാണ് നിങ്ങളുടെ എല്ലാം കണ്ണുകളിൽ. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാ ശത്രുക്കളും എതിർത്ത് തോൽപ്പിക്കേണ്ടവരല്ല. ശത്രുക്കളായി കരുതുന്നവരെല്ലാം ചിലപ്പോൾ യഥാർത്ഥ ശത്രുക്കളുമാവില്ല. നിഴലിനോട് യുദ്ധം ചെയ്ത് പാഴാക്കി കളയാനുള്ളതല്ല ജീവിതമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. മായച്ചി, DK പറഞ്ഞിട്ട് പോയതെന്താ? ശത്രുക്കൾ, നിഴൽ, നഷ്ടം, ലാഭം മാത്രം പറഞ്ഞില്ലല്ലോ. മിണ്ടാതിരിക്കടി. ജ്യോതി പോകുന്നതിലുള്ള നമ്മുടെ അധിക സന്തോഷം DKക്ക് മനസ്സിലായി. അത് DKക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിങ്ങനെ പറഞ്ഞ നമ്മളെങ്ങനെയാ മനസ്സിലാക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളെല്ലാം കൂടി അവളെ ഇവിടെ ഓടിക്കുന്ന പദ്ധതിയാണിതെന്ന് DKക്ക് മനസ്സിലായി. ഇവിടെ നടന്ന വഴക്കെല്ലാം നമ്മുടെ പ്ലാനിംഗ് ആണെന്ന് മനസ്സിലായെന്നാ ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ അവള് പോവില്ലേ? ഉള്ള സന്തോഷം മുഴുവനും പോയല്ലോ. അവള് പോകുന്നതില് DKക്ക് അത്ര വലിയ സന്തോഷം ഇല്ലെന്നാ ഇതിന്റെ രത്നം ചുരുക്കം. എന്ന് പറഞ്ഞാ എത്രയും വേഗം ജ്യോതിക്കൊരു പാർട്ടി കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞയക്കണം. ഇല്ലെങ്കിൽ DK ജ്യോതി യഥാർത്ഥ ഭാര്യയാക്കും, ഉറപ്പാ. ഞാനാ ഇപ്പൊ ഇവിടുത്തെ മക്കളുടെയും മരുമക്കളുടെ എല്ലാം ഒരേ ഒരു പ്രശ്നം. അമ്മയോട് ബാലു വഴക്കിട്ടതും DK അവനെ തല്ലിയതും വെറും ഒരു തുടക്കം മാത്രോ. നാളെ ഇതിനേക്കാളും വലിയ വഴക്കുകൾ ഈ അമരാവതിയിൽ ഉണ്ടാവും. എന്റെ ഭർത്താവിനെതിരെ പോലും അവര് വിരൽ ചൂണ്ടി സംസാരിക്കും. അതൊന്നും എനിക്ക് സഹിക്കില്ല അമ്മ. എന്റെ ഹിറ്റ്ലർ എനിക്ക് ദൈവത്തിന് തുല്യ. അദ്ദേഹത്തിന്റെ അഭിമാനം രക്ഷിക്കേണ്ടത് എന്റെ കടമയാ. ഞാൻ ഇവിടുന്ന് പോയാലും എന്റെ മരണം വരെ ഹിറ്റ്ലറിനല്ലാതെ മറ്റൊരാൾക്കും എന്റെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. അവരൊരു പാവ. അവന് നിന്നോട് സ്നേഹമില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അവന്റെ മനസ്സെന്താണെന്ന് ഈ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. ലൈഫ് ലോങ് ഇവിടെ നിൽക്കാൻ അവൻ നിനക്ക് പെർമിഷൻ തന്നില്ലേ? അവരുടെയൊക്കെ വഴക്കിന്റെ പേരിൽ നീ ഇങ്ങനെയുള്ള തീരുമാനം എടുക്കരുത് പോലെ. ഈ മദറിന്റെ മരുമകളായി നീ തന്നെ വേണം. അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിലെ സങ്കടങ്ങൾ മറ്റാർക്കും മനസ്സിലാവില്ല. സുപ്രിയയുടെ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ഹിറ്റ്ലറിന് ഒരിക്കലും എന്നെ ഒരു ഭാര്യയായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല. ഞാനിവിടെ തുടർന്ന മക്കളും മരുമക്കളും തമ്മിലുള്ള വഴക്ക് വലുതാവും. ഈ വീട് ഒരു യുദ്ധക്കളമാവും. എന്റെ ഭർത്താവ് അപമാനിതനായി നിൽക്കേണ്ടി വരും. എല്ലാം ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ എളുപ്പമുള്ള ഒരേ ഒരു വഴി മാത്രമേ എന്റെ മുന്നിലുള്ളൂ. വിവാഹമോചനം.
സുപ്രിയ, കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞുപോയി. ഞാൻ തിരിച്ചു പോവാ. തോറ്റുപോയി ഞാൻ. അമരാവതിയുടെ മരുമകളായിരിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല. അല്ലെങ്കിൽ തന്നെ DKയുടെ ജീവിതത്തിലേക്ക് ഞാൻ വന്നു കയറിയത് അതുപോലെ തന്നെയാണല്ലോ. നിന്റെ നിർബന്ധം കൊണ്ട് DK കല്യാണം കഴിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ DKയുടെ മനസ്സിൽ നീ അല്ലാതെ വേറെ ആരുമില്ല. ഭാഗ്യവതിയാ നീ. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഹിറ്റ്ലർ സത്യത്തിൽ ഒരു അത്ഭുതം തന്നെയാ. ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ നിനക്ക് പകരക്കാരിയാവാൻ പോയിട്ട് നിന്റെ നിഴലായിട്ട് മാറാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവർ ഞാൻ കാരണം പിണങ്ങി പിരിയേണ്ട അവസ്ഥ വന്നു. DK പോലും അങ്ങനെ വിശ്വസിച്ച പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതിൽ എന്താർത്ഥം? DKയുടെ ഭാര്യ പദവി ഞാൻ ഇവിടെ ഉപേക്ഷിക്കുക. ഇനി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയില്ല. പോവാ ഞാൻ. സ്വാഭാവികം. അയ്യോ, കൊലക്കേസോ? ഞാനോ? എന്റെ പൊന്ന് DK, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിങ്ങളുടെ അനിയൻ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചതാ. DK, ഇപ്പോ 2-3 തവണയായി നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നു. മതി, ഇനി നിർത്തിയേര്. ഞാനല്ല ചെക്കനെ കൊന്നത്. അതൊരു അപകടം തന്നെയാ. അപ്പോഴത്തെ വിഷമത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് വെച്ച് ഒരാളെ കൊല്ലാനൊക്കെ എനിക്ക് പറ്റുമോ DK? ഒരിക്കലുമില്ല. കഴിഞ്ഞു നിന്റെ പ്രസംഗം. എത്ര നിരപരാധി ചമഞ്ഞാലും നിന്റെ കൈയിൽ പറ്റി രക്തക്കറ മാഞ്ഞു പോവില്ല. തെളിവുകളില്ലാത്തതുകൊണ്ട് കോടതി നിനക്ക് ജാമ്യം തന്നിട്ടുണ്ടാവും. പക്ഷേ സത്യം രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അത് നീ കൊലപാതകയാണെന്ന് തന്നെയാ. അത് മാറ്റാൻ നിനക്കിനി ഈ ജന്മത്ത് കഴിയില്ല. അതൊക്കെ വിടടിക്കേ. ഈ നാട്ടില് നിയമം കോടതിയൊക്കെ ഉണ്ടല്ലോ. എന്നെ ശിക്ഷിച്ചോട്ടെ, ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. പക്ഷേ ഇപ്പോ ഞാൻ വന്നത് വേറൊരു കാര്യം ചോദിക്കാനാണ്. അല്ല, നിങ്ങൾ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു അല്ലേ? നന്നായി. ജ്യോതി ഇവിടുന്ന് പോയാ പിന്നെ പ്രിയയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരില്ലല്ലോ. ആ സന്തോഷം ഒന്ന് നേരിട്ട് അറിയിക്കാൻ വേണ്ടിയാ ഞാനിവിടെ കാത്തു നിന്നത്. ഞാൻ ഏത് കാര്യത്തിൽ ഇടപെടണമെന്ന് എനിക്കറിയാം. പ്രിയയുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തിനാ DK വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ തലയിലെടുത്ത് വെക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ വേറെ എന്തൊക്കെ ജോലികളുണ്ട്? സത്യത്തിൽ ആ രാജീവിനെ കൊന്നത് നിങ്ങളടിക്കെ. നിങ്ങളുടെ വാശി, അതിന്റെ രക്തസാക്ഷിയാ ആ പാവം ചെറുക്കൻ. കഷ്ടം. ഒരുപാട് ആയുസ് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒറ്റയടിക്കങ്ങ് തീർത്തു കളഞ്ഞു. വാശി കാണിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. രാജീവിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് നീ കരുതണ്ട. ഇപ്പൊ നിനക്ക് ജാമ്യം കിട്ടുന്ന കരുതി അത് കൊലക്കയറിൽ നിന്നുള്ള രക്ഷപ്പെടലാന്ന് നീ കരുതരുത്. നിന്നെ ശിക്ഷിക്കാൻ നിയമത്തിന്റെ ഏതറ്റം വരെയും ഞാൻ പോകും. തെളിവും സാക്ഷിയും ഞാനുണ്ടാക്കും. നിനക്ക് ശിക്ഷ വാങ്ങി തരികയും ചെയ്യും. കരുതിയിരുന്നോ നീ?
എന്നെ അങ്ങ് വെറുതെ വിട്ടേക്കടിക്കേ. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. പക്ഷേ എവിടെ പോയാലും പ്രിയയെ ഞാൻ കൊണ്ടുപോകും. അവളെ ഞാൻ വിട്ടുകളയില്ല. ഡിക്കേ, ഇതുവരെയുള്ളതെല്ലാം ഞാൻ മറക്കാം. ഇനിയെങ്കിലും നിങ്ങൾ അനിയനോട് എന്റെ പിന്നാലെ വരരുതെന്ന് പറയണം. ഞങ്ങൾ തമ്മിലുള്ള കണക്ക് തൽക്കാലം ഞാൻ അവധിക്ക് വെക്കുക. പ്രിയയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, പ്ലീസ്. അവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണെങ്കിൽ നിനക്ക് അവളെ കൊണ്ടുപോവാ. പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ എന്റെ സഹായം വേണമെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ഞാൻ അവളെ സംരക്ഷിക്കും. നടക്കാത്ത കാര്യം പറയല്ലേ ഡിക്ക്. എന്ത് അസംബന്ധം അവളീ കാണിക്കുന്നത്? ആരോടുള്ള വാശി തീർക്കാനാ അവൾ അവിടെ നിന്ന് പോരാൻ തീരുമാനിച്ചത്? പത്മാവതി അമ്മ അത് പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. എത്ര കാലം വേണമെങ്കിലും അവിടെ ജീവിക്കാന്ന് ഡിക്ക് അവൾക്ക് വാക്ക് കൊടുത്തതല്ലേ? പിന്നെന്തിനാ എല്ലാം അവസാനിപ്പിച്ച് അവളിപ്പോ ഇങ്ങോട്ട് വരുന്നത്? പ്രിയയുടെ കല്യാണം നടക്കാഞ്ഞിട്ടാണോ? അതിപ്പോ നാളെ ആയാലും നടക്കുമല്ലോ. ചേച്ചി ഏട്ടനും തമ്മില് നല്ല സ്നേഹത്തില് വന്നതാ. അതിനിടയ്ക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അച്ഛൻ നാളെ രാവിലെ അമരാവതിയിലൊന്ന് പോണം. ചേച്ചിയെ കണ്ട് സംസാരിക്കണം. ഒരു കാരണവശാലും ചേച്ചി അവിടെ നിന്ന് തിരിച്ചു പോരാൻ അനുവദിക്കരുത്. അച്ഛന് പോയല്ലേ പറ്റൂ. മക്കൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ജന്മം തീരുന്ന അച്ഛനമ്മമാരാ എന്നെ പോലെ അധികവും. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അവർ സന്തോഷത്തോടെ കഴിയുമെന്ന് കരുതിയതാ. എന്നിട്ടിപ്പോ എന്തിനു വേണ്ടിയാ? അത് അവക്കല്ലേ അറിയാവുള്ളൂ. അല്ലെങ്കിലും അവളിങ്ങനെ ഓരോ തീരുമാനം എടുക്കുന്നത് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ? എങ്ങനെയെങ്കിലും അവിടെ നിന്നൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്കുന്നതിന് പകരം എല്ലാം ഇട്ടെറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ നോക്കുന്നു. ഇതിനെ അഹങ്കാരം എന്നാ പറയുന്നത്. അതെ, നാളെ അമരാവതി ചെന്ന് നിങ്ങൾ അവളോട് സംസാരിക്ക്. അവിടെ നിൽക്കാൻ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടേ നിങ്ങൾ തിരിച്ചു വരാവൂ. അവളോട് മാത്രമല്ല, DKയോട് ഞാൻ സംസാരിക്കാം. എന്താ സംഭവിച്ചെന്നറിയണമല്ലോ. ഇനി പറയുന്ന അനുസരിക്കാതെ തിരിച്ചു വരാൻ തന്നെയാണ് അവൾ തീരുമാനിക്കുന്നെങ്കിൽ പിന്നെ ഈ അച്ഛനെ അവൾ ജീവനോടെ കാണില്ല. മോനെ, അമ്മേ, അമ്മ പറഞ്ഞ എന്തു അനുസരിക്കുന്ന ഏട്ടൻ ഇത് മാത്രം എന്താ അനുസരിക്കാത്തത്? നാളെ രാവിലെ വക്കീല് വരും ഡൈവേഴ്സിന്റെ പെറ്റീഷൻ സൈൻ ചെയ്യിപ്പിക്കാൻ. വൈകുന്നേരം മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന് ജ്യോതിക്ക് ഒരു പാർട്ടി കൊടുക്കുന്നുണ്ടെന്നോ പോലും. ഫെയർവെൽ പാർട്ടി കൊടുത്ത് പിരിച്ചുവിടാൻ ഇതെന്താ സർക്കാർ സർവീസാണോ? ഇത് അവളെടുത്ത തീരുമാനമായിപ്പോയി. അല്ലെങ്കിൽ ആരൊക്കെ എതിർത്താലും അവള് പോകാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അമ്മേ, ബുദ്ധിപൂർവം മക്കളും മരുമക്കളും ചേർന്ന് ഒരുക്കിയ ഒരു കളിയാ ഇവിടെ നടന്ന വഴക്കുകളെല്ലാം. അതിലേട്ടൻ വീണുപോയി. അമ്മയോടുള്ള സ്നേഹത്തിന് മുന്നിൽ ഏട്ടനെല്ലാം മറക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ ഏട്ടന്റെ മുന്നിൽ വെച്ച് ബാലു അമ്മയോട് കൈ ചൂണ്ടി സംസാരിച്ചത്. അവർക്കറിയാം ആ നിമിഷം ഏട്ടൻ അവനെ തല്ലുവെന്ന്. അത് തന്നെ സംഭവിച്ചു. പാവ ഏട്ടത്തി കരുതി ഈ വഴക്കെല്ലാം ഏട്ടത്തി കാരണമാണെന്ന്. ഇത് വെറും തന്ത്രമല്ല, കുതന്ത്രമാ. നിരപരാധിയെ അപരാധിയാക്കുന്ന കുതന്ത്രം. അവളിവിടുന്ന് പോയാ എന്റെ മോൻ പിന്നെയും ഒറ്റയ്ക്കാവും. വഴക്കിടാനും ബഹളം വെക്കാനും വൈഫിന്റെ സ്ഥാനത്ത് അവനിപ്പോ ഡോക്ടർ പേട്ടിയുണ്ട്.
ഡാർക്കായി കിടന്ന അവന്റെ ലൈഫിൽ ലൈറ്റ് വന്നത് അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമാ. ഏട്ടത്തിയോട് അമ്മ സംസാരിച്ചില്ലേ? സംസാരിച്ചു, പക്ഷെ അവള് സമ്മതിക്കുന്നില്ല. അമ്മേ, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഏട്ടത്തി ഇവിടുന്ന് പോകാൻ പാടില്ല. നാളെ വക്കീൽ വരും മുമ്പ് അമ്മ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അപ്പോ എനിക്ക് തരാനുള്ള കോമ്പൻസേഷന്റെ കാര്യമാണ് നീ പറഞ്ഞു വരുന്നത് അല്ലേ? അതെ. നീയും എന്നെപ്പോലെ ഒരു പെണ്ണ. അമരാവതിയിൽ നിന്ന് പോയാലും നിന്റെ ജീവിതത്തിന് സുരക്ഷിതത്വം വേണ്ടേ? ആ, അത് വേണം, അത് വേണം. ശക്തമായ സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഒരു പെണ്ണിന്റെ ബലം. ആ ബലം നിനക്ക് വാങ്ങിത്തരേണ്ടത് എന്റെയും കൂടി ചുമതലയാണ്. ആ, അത് കറക്റ്റ്. ഈ പണം ഇല്ലാത്തവൻ പിണം എന്ന് പറയുന്നതേ ശരി തന്നെയാമായേ. ജീവിക്കാനേ പണം കൂടിയേ തീരൂ. പണം തന്നെയാണ് ജീവിതവും. നീ പറയാ, നിനക്ക് നഷ്ടപരിഹാരമായി എത്ര പണം വേണം? നീ ചോദിക്കുന്ന തുക DKയോട് പറഞ്ഞ് ഞാൻ വാങ്ങിത്തരാം. എന്താ ചേട്ടാ ഒരു പരവേശം? വല്ലതും കളഞ്ഞു പോയോ? എനിക്കൊരു പരവേശമില്ല. പിന്നെ എന്താ ചേട്ടന്റെ പ്രശ്നം? നീ ഒരു തീരുമാനം പറഞ്ഞില്ലേ? എന്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് നിന്നെ വെറും കൈയോടെ പറഞ്ഞു വിട്ടു എന്നുള്ള പേരുദോഷം എനിക്കുണ്ടാവരുത്. മാന്യമായ നഷ്ടപരിഹാരം നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ്. എന്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് നഷ്ടം വന്നു എന്ന് പറയരുത്. ഇവിടെ നിന്ന് പോയാലും നീ സുരക്ഷിതയായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതിന് വേണ്ടത് എന്തും ഞാൻ നിനക്ക് തരും. വക്കീലെത്തുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ കൂടി ഒരു ധാരണയിലെത്തണം. ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് കൂടാതെ ജീവിക്കാൻ വേണ്ടത് എന്തും നിനക്ക് നൽകാൻ എനിക്ക് സമ്മതമാണ്. എന്റെ ഹിറ്റ്ലറെ, എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇവിടുന്ന് പോയാലും തട്ടിയും മുട്ടി അങ്ങ് ജീവിച്ചു പോണം, അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. മനുഷ്യന്റെ ജീവിതം എത്ര നിസ്സാരമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിൽ നമ്മൾ ആർഭാടം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ലോകത്ത് സമ്പാദിക്കുന്നതൊന്നും മരിക്കുമ്പോ നമ്മളെ കൊണ്ടുപോകത്തുമില്ല. അതൊക്കെ എനിക്കും അറിയാം. വേർപിരിഞ്ഞു പോകുമ്പോ ഭർത്താവിന്റെ കയ്യിൽ നിന്നും ജീവനാംശം കിട്ടാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാ നിനക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. സ്വന്തം ജീവിതം പോയിട്ട് അതിന് നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ട് എന്താ ഹിറ്റ്ലറെ കാര്യം? ആ, എന്തായാലും ഹിറ്റ്ലർ ചോദിച്ചതല്ലേ. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും ചോദിച്ചില്ലെന്നോർത്ത് നിങ്ങൾക്കൊരു സങ്കടവും വരണ്ട. അല്ല, ഇപ്പൊ തന്നെ ചോദിക്കണോ അതോ? ചോദിക്ക. കേറിക്കിടക്കാൻ ഒരിടം വേണം, അത് തന്നെ ധാരാളോ? അതിന് എനിക്കൊരു വീടുണ്ട്, ഞാൻ ജനിച്ച വീട്. എന്നാലും സ്വന്തമായിട്ടൊരു വീട് അതെല്ലാവരുടെയും സ്വപ്നം തന്നെയാണല്ലോ. അതിന് അമരാവതി വീട് എനിക്ക് തന്നാ മതി. ഞാനിവിടെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചോളാം. പിന്നെ ജീവിച്ചു പോവാൻ ചെലവിന് ഒരു 5 കോടി രൂപ. വന്നു ഞാൻ നിന്നിലെ പ്രേമമില്ല ചുംബന. പ്രിയ, സോറി പ്രിയ, തൽക്കാലം കുറച്ചു നേരത്തെ നീ സഹിച്ചേ പറ്റൂ. പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ
നീ ബഹളം വെച്ച് ആളെ കൂട്ടിയാ ഞാൻ എന്ത് ചെയ്യും? ഒരു മുൻകരുതൽ അത്രേ ഉള്ളൂ. നിനക്ക് വേദനിക്കുന്നൊന്നുമില്ലല്ലോ? ഉണ്ടോ? ആ പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നെന്ന് അറിയോ നിനക്ക്? ഇല്ല? ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം. പേരുകൊണ്ട് മാത്രമാണെങ്കിലും എന്റെ ഭാര്യയായി ജീവിച്ചോളാ ജ്യോതി. പിരിഞ്ഞു പോകുമ്പോ അവൾക്കിഷ്ടമുള്ള എന്തും ചോദിക്കാനുള്ള അവകാശം അവൾക്കുണ്ട്. ഡി കെ, അമരാവതി വീട് നിങ്ങളുടെ വിയർപ്പാ. നിങ്ങൾക്ക് ജ്യോതി ഇവിടുന്ന് പോണോന്നാണോ അതോ അമരാവതി വീട് വേണോന്നാണോ? ഞങ്ങൾക്ക് രണ്ടും പ്രധാനപ്പെട്ടതാണ്. വക്കീല് വരുമ്പോ ജ്യോതി ഈ വീട് ആവശ്യപ്പെടും. ഡി കെ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. സമ്മതിക്കും. ജ്യോതി ആവശ്യപ്പെട്ടാൽ അമരാവതി വീട് മാത്രമല്ല, എനിക്കുള്ള സകല സമ്പാദ്യങ്ങളും ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുക്കും. എനിക്കതിന് ഒരു മടിയില്ല. ഡി കെ, നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തിക്ക് ഇതെല്ലാം എഴുതി കൊടുക്കുന്നു പറയാൻ ഡി കെക്ക് എങ്ങനെ കഴിയുന്നു? സ്റ്റോപ്പ് ഇറ്റ്. എവിടെ നിന്നോ വന്നവളാണോ ജ്യോതി? ആണോന്ന്? ഈ നിമിഷം പോലും അവൾ എന്റെ ഭാര്യ. ഇതുവരെ അവളെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അത് ശരിയാ. നിങ്ങളും ഭാര്യമാരായി ഈ വീട്ടിൽ കയറി വന്നവരല്ലേ? നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളോട് ഇതുപോലെ പെരുമാറിയിരുന്നെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുമായിരുന്നോ? എന്നേ നിങ്ങൾ ഈ വീട് ഉപേക്ഷിച്ച് പോകുമായിരുന്നില്ലേ? ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വന്തം ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അവഗണന. ഇത്രയും നാൾ അതെല്ലാം സഹിച്ച് അവൾ ഈ വീട്ടിൽ നിന്നില്ലേ? അങ്ങനെ നോക്കുമ്പോ അവളോട് തെറ്റ് ചെയ്തത് ആരാ? ഞാൻ. ഒരു പെണ്ണിന്റെ ആഗ്രഹങ്ങളെ ചവിട്ടിയരച്ച് അക്ഷന്തവ്യമായി കുറ്റം ചെയ്ത എനിക്ക് അവളുടെ മുന്നിലൊന്നും നിൽക്കാനുള്ള യോഗ്യതയെങ്കിലും ഉണ്ടോ? അവളുടെ കണ്ണീര് വീണാൽ ഈ അമരാവതി വീട് പോലും കത്തിച്ചാരമായി പോവും. അതറിയോ നിങ്ങക്ക്? എന്നിട്ടും ഇന്ന് വരെ അവൾ ആരോടെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? ഇനി അവൾ ഈ വീട്ടിൽ എത്ര കാലം ജീവിച്ചാലും അവളെ ഞാൻ ഭാര്യയായി അംഗീകരിക്കുമെന്ന ഒരു പ്രതീക്ഷയും അവൾക്കില്ല. അംഗീകരിക്കാൻ എനിക്ക് കഴിയേയില്ല. ഇതുവരെ അവളോട് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. മധുരാപുരിയെ ശപിച്ച് വെണ്ണീറാക്കിയ കണ്ണകിയുടെ കണ്ണീരിനേക്കാൾ ശക്തിയുണ്ടാവും അവളുടെ കണ്ണീരിന്. ആ കണ്ണീര് വീണ് കത്തിച്ചാമ്പലാകാതിരിക്കാൻ ഈ അമരാവതി മാത്രമല്ല, വേണമെങ്കിൽ എനിക്കുള്ളതെല്ലാം ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുക്കും. ഇതിന്റെ പേരിൽ ഇനി ഒരു ചർച്ചയ്ക്ക് ആരും എന്റെ മുമ്പിലേക്ക് വരണമെന്നില്ല. പാല് ആദ്യ രാത്രിയിൽ സാധാരണ ഭാര്യയാ ഭർത്താവിന് പാല് കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ എന്റെ പ്രിയയ്ക്ക് ഞാൻ പാല് കൊണ്ട് തരും. കുടി കുടിക്കേ കുടിക്കേ കുടിക്കേ. മതി മതി. ബാക്കി ഞാൻ കുടിക്കാം. എന്താ മോളെ ഇത്? ഈ സാരി കൊടുത്ത് നിൽക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ?
ഇനി പോട്ടെ, സാരി വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഞങ്ങൾ എന്തായാലും പ്രിയം കൊണ്ടേ വരൂ. വേണ്ട, വരരുത് അവിനേഷ്, വേണ്ട, എന്റെ അടുത്ത് വരരുത് പ്ലീസ്. അവിനേഷ് വരരുത്. അവിനേഷ് വേണ്ട, അവിനേഷ് പ്ലീസ്. ഇപ്പോ നീ എന്റെ ഭാര്യയാ. ഇത് ഞാൻ കെട്ടിയ താലി, ഞാൻ ചാർത്തിയ സിന്ദൂരം. ദീർഘസുമംഗലീ ഭവ. ഇനി നമ്മുടെ ആദ്യരാത്രിയിലേക്ക് കടക്കാം. തൊട്ടുപോകരുത് തന്നെ. മരിക്കാൻ ഞാൻ തയ്യാറാ, എങ്കിലും തന്റെ ആഗ്രഹത്തിന് ഞാൻ വഴങ്ങില്ല. നീ എന്തൊക്കെയാ പ്രിയ പറയുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം. എനിക്കിനി ജീവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ മരിക്കുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരെങ്കിൽ തീരട്ടെ. കൊല്ലണം, പറയുന്ന കേൾക്ക് പ്രിയ. അല്ലെങ്കിൽ വേണ്ട, താൻ കൊല്ലണ്ട. എനിക്കറിയാം. പ്രിയ വേണ്ട, മതി. പ്രിയ വേണ്ട വേണ്ട വേണ്ട, താഴെ വെക്കേ. നോ നീ എന്താ കാണിക്കുന്നത്? Cool, cool. Relax, 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 relax. വേണ്ട മോളെ, നീ മരിക്കുന്നത് എനിക്ക് സങ്കടം. പ്രിയേ, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമുക്കൊന്നിച്ചു മരിക്കാം. പരസ്പരം നമുക്ക് കയ്യിലെ ഞരമ്പ് മുറിച്ച് മരിക്കാം. നിന്റെ കയ്യിലെ ഞരമ്പ് മുറിക്കാം, എന്നിട്ട് നീ എന്റെ കയ്യിലെ ഞരമ്പ് മുറിക്കണം. നമുക്കൊന്നിച്ച് മരിക്കാം. ഇയാളെന്നെ ഞരമ്പ് മുറിക്കും, എന്നിട്ട് ഇയാളെ രക്ഷപ്പെടുകയും ചെയ്യും. എങ്ങനെ രക്ഷപ്പെടും? ദൈവമേ, ഒരു വഴി കാണിച്ചു തരണേ. മുറിക്കാം. ഞാൻ നിന്റെ ഞരമ്പ് മുറിക്കട്ടെ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.